ഏറെ നാളായി നമ്മൾ കേൾക്കുന്നൊരു പേരാണ് നിസ്സാൻ മൈക്ര. അതിപ്പോ ഇലക്ട്രിക് രൂപത്തിൽ തിരിച്ചു വരുന്നു. ശരിയാണ്, വർഷങ്ങളായി നമുക്കറിയുന്ന പേരാണല്ലേ മൈക്ര. 80s മുതലേ ഉള്ളതാണ്. അതെ അതെ, ഇപ്പോ ഒരു പുതിയ ഇലക്ട്രിക് അവതാരത്തിലെത്തുന്നു. അപ്പോ ഈ പുതിയ മൈക്രയുടെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കേട്ടു റെനോ 5 ആയിട്ടൊക്കെ ബന്ധമുണ്ടെന്ന്. അതെങ്ങനെയാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ശരിക്കും പറഞ്ഞാൽ നിസ്സാൻ റെനോ സഖ്യത്തിന്റെ ഭാഗമായി വരുന്നൊരു കാറാണ്. ഓക്കെ. അപ്പോ യൂറോപ്പിലൊക്കെ വലിയ തരംഗമായ വാട്ട് കാറിന്റെ 2025 കാർ ഓഫ് ദി ഇയർ ഒക്കെയായ റെനോ 5 ഇല്ലേ? റെനോ 5. അതിന്റെ അതേ പ്ലാറ്റ്ഫോമിലാണ് ഈ മൈക്രയും വരുന്നത്. അപ്പോ ഒരേ അടിത്തറ, വലിപ്പമൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കുമല്ലോ അല്ലേ? അതെ, ഏകദേശം 4 മീറ്റർ നീളം, വീൽ ബേസ് ഒക്കെ ഒന്നാണ്, 2.54 മീറ്റർ. പക്ഷേ കാഴ്ചയിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. നിസ്സാന്റെ സ്വന്തം സ്റ്റൈല് കാണില്ലേ? തീർച്ചയായും. മുൻവശം നോക്കിയാൽ തന്നെ വ്യത്യാസം കാണാം. ബോനറ്റിൽ നിന്നിങ്ങനെ തള്ളി നിൽക്കുന്ന പോലത്തെ വൃത്താകൃതിയിലുള്ള ഹെഡ്ലൈറ്റുകള്. അത് മൈക്രയുടെ ഒരു ഐക്കോണിക് ലുക്കായിരുന്നല്ലോ പണ്ട്. അതെ, പിന്നിലെ ലൈറ്റുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. 2002 ഇറങ്ങിയ K12 മൈക്ര ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഡിസൈൻ. പിന്നെ കാർ അൺലോക്ക് ചെയ്യുമ്പം ലൈറ്റ് ഇങ്ങനെ ഒരു കണ്ണിറുക്കൽ പോലെ വരും. കൊള്ളാം. ചെറിയ രസകരമായ കാര്യങ്ങൾ. വേറെന്തെങ്കിലും ഡിസൈൻ ഹൈലൈറ്റ്സ്? സൈഡിൽ ഒരു ഡിസൈൻ ലൈൻ ഉണ്ട്. അതിനവര് ഐസ്ക്രീം സ്കൂപ്പ് എന്നൊക്കെയാണ് പേരിട്ടിരിക്കുന്നത്. പിന്നെ 6 കളറുകള്, 2 ടോൺ ഓപ്ഷൻ ഉണ്ട്. കറുപ്പ് അല്ലെങ്കിൽ ചാരനിറം റൂഫിൽ വരും. 18 ഇഞ്ച് വീലുകളും. ഓക്കേ, ഇനി അകത്തേക്ക് വന്നാലോ? ഉൾവശം റെനോ 5 പോലെ തന്നെയാണോ? ഒരുപാട് സാമ്യമുണ്ട്. മെറ്റീരിയൽ ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ നല്ലതാണെന്നാണ് പൊതുവെ പറയുന്നത്. വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? സ്റ്റിയറിംഗ് വീലിൽ നിസ്സാൻ ലോഗോ ഉണ്ടാവും, അത് സ്വാഭാവികം. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, കളർ സ്കീമുകളിലൊക്കെ വ്യത്യാസമുണ്ടാവും. ഒരു ചെറിയ കൗതുകം, സെന്റർ കൺസോളിലും ബൂട്ടിലുമൊക്കെയായിട്ട് ജപ്പാനിലെ മൗണ്ട് ഫ്യൂജിയുടെ ഒരു ചെറിയ ഡിസൈൻ സൂചനയുണ്ട്, ഒരു ജാപ്പനീസ് ടച്ച്. കൊള്ളാമല്ലോ. ടെക്നോളജിയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ്? സ്ക്രീനുകൾ. ഡ്രൈവർക്കൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്, നടുക്ക് വലിയൊരു ഇൻഫോർടൈൻമെന്റ് സ്ക്രീനും. ഓക്കെ. പക്ഷെ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എയർ കണ്ടീഷനിംഗ് കൺട്രോൾ ചെയ്യാൻ ഇപ്പോഴും ഫിസിക്കൽ ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട് എന്നതാണ്. അത് നല്ലതാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ നോക്കാതെ ഉപയോഗിക്കാൻ എളുപ്പമാവും. അതെ, ടോപ്പ് വേരിയന്റുകളിൽ ഗൂഗിൾ സിസ്റ്റം ഇൻബിൽട്ടായി വരും. മൈക്രയ്ക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേക ഫീച്ചർ ഉണ്ടോ റെനോ 5 ഇല്ലാത്തത്? ഉണ്ട്. അതാണ് ശ്രദ്ധേയമായൊരു കാര്യം. സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ പാനലുകൾ ഉണ്ട്. പാഡിൽ ഷിഫ്റ്റർ പോലെയോ? അല്ല, ഇത് റീജനറേറ്റീവ് ബ്രേക്കിംഗിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അതായത് ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ കാർ എത്രത്തോളം സ്ലോ ആകണം എന്ന് നമുക്ക് ഈ പാഡിൽ ഉപയോഗിച്ച് മാറ്റാം. ഓക്കെ. അതോടൊപ്പം തന്നെ 1 പെഡൽ ഡ്രൈവിംഗ് മോഡുമുണ്ട്. ആക്സിലറേറ്റർ പെഡൽ മാത്രം ഉപയോഗിച്ച് ഒരു പരിധിവരെ ഓടിക്കാം. കാലെടുത്താൽ കാർ തനിയെ നിൽക്കും. ഇത് ട്രാഫിക്കിലൊക്കെ ഭയങ്കര സൗകര്യമായിരിക്കും അല്ലേ? ഈ 1 പെഡൽ ഡ്രൈവിംഗ് റെനോ 5 ഇപ്പോൾ ഇല്ല അല്ലേ? ഇപ്പോഴത്തെ മോഡലിൽ ഇല്ല. ഇത് മൈക്രയുടെ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചറാണ് നിലവിൽ. ഇത് മൈക്രയ്ക്ക് ഒരു മുൻതൂക്കം നൽകിയേക്കാം. അതെ. ശരി, ഇനി പ്രായോഗികതയുടെ കാര്യം നോക്കാം. ഫാമിലിക്കൊക്കെ പറ്റിയ വണ്ടിയാണോ? പിൻസീറ്റിൽ സ്ഥലമുണ്ടോ? ചെറിയ ഇലക്ട്രിക് കാറുകളുടെ ഒരു പൊതു സ്വഭാവം പോലെ പിൻസീറ്റ് സ്പേസ് അത്ര വിശാലമല്ല. മുതിർന്നവർക്ക് ബുദ്ധിമുട്ടാവുമോ? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ചും ദീർഘദൂര യാത്രകളിൽ. പക്ഷേ കുട്ടികൾക്കോ ചെറിയ യാത്രകൾക്കോ ധാരാളം മതി. BYD ഡോൾഫിൻ, MG4 പോലുള്ള കാറുകളിൽ കുറച്ചുകൂടി സ്ഥലമുണ്ട്. ഐസോഫിക്സ് മൗണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. ബൂട്ട് സ്പേസോ? അത് 276 ലിറ്ററാണ്. റെനോ 5ന് തുല്യം. ഒരു 4 ക്യാരി ഓൺ സ്യൂട്ട് കേസ് വെക്കാൻ സ്ഥലമുണ്ട്. അത്യാവശ്യം കൊള്ളാം. പക്ഷേ ഒരു കാര്യം, ലോഡിംഗ് ലിപ്പിൽ നിന്ന് ബൂട്ട് ഫ്ലോറിലേക്ക് കുറച്ച് താഴ്ചയുണ്ട്. സാധനങ്ങൾ എടുത്തുവെക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാം. സീറ്റുകൾ 60-40 സ്പ്ലിറ്റ് ചെയ്യാം. ഫ്രണ്ടിൽ സ്റ്റോറേജ് ഇല്ല. ബാറ്ററി ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റേഞ്ച്? 2 ഓപ്ഷൻസാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് 40 കിലോവാട്ട് ബാറ്ററി, ഏകദേശം 192 മൈൽ, അതായത് ഒരു 309 കിലോമീറ്റർ റേഞ്ച്. ഓക്കെ. പിന്നെ 52 കിലോവാട്ട് ബാറ്ററി, അത് ഏകദേശം 253 മൈൽ, ഒരു 407 കിലോമീറ്റർ റേഞ്ച് തരും. ഇതിന് പവറും കൂടുതലായിരിക്കും, 148 bhp. ചെറിയ ബാറ്ററിക്ക് 121 bhp. 400 കിമി റേഞ്ച് എന്നത് സിറ്റി ഉപയോഗത്തിന് ധാരാളം മതിയല്ലോ. ചാർജിംഗ് സ്പീഡോ? അതും തരക്കേടില്ല. 52 കിലോവാട്ട് അവർ ബാറ്ററിക്ക് 100 കിലോവാട്ട് വരെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും. 40 കിലോവാട്ടിന് 80 കിലോവാട്ട്. അപ്പോൾ ഏകദേശം എത്ര സമയമെടുക്കും? രണ്ടിലും ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് 15% നിന്ന് 80% വരെ ചാർജ് ചെയ്യാൻ പറ്റും. അത് വളരെ നല്ലതാണ്. വേറെ എന്തെങ്കിലും ചാർജിംഗ് സംബന്ധമായ ഫീച്ചറുകൾ ഉണ്ട്. ഹീറ്റ് പമ്പ് സ്റ്റാൻഡേർഡായി വരുന്നുണ്ട്. തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇത് കാറിന്റെ ഹീറ്റിംഗ് സിസ്റ്റം കാര്യക്ഷമമാക്കും, റേഞ്ച് കുറയാതെ നോക്കും. അത് പ്രധാനമാണ്. പിന്നെ ബാറ്ററി പ്രീ കണ്ടീഷനിംഗ് ഉണ്ട്. അതായത് നമ്മൾ നാവിഗേഷനിൽ ഒരു ഫാസ്റ്റ് ചാർജർ സെറ്റ് ചെയ്താൽ അങ്ങോട്ട് എത്തുന്നതിന് മുൻപ് തന്നെ കാർ ബാറ്ററിയുടെ താപനില ചാർജിങ്ങിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലാക്കും. അപ്പോൾ ചാർജിംഗ് വേഗത്തിലാവും. ബാറ്ററി ഉപയോഗിച്ച് പുറത്തുള്ള ലാപ്ടോപ്പ് പോലുള്ള ഉപകരണങ്ങൾ ചാർജ് ചെയ്യാം. പക്ഷെ അതിനൊരു അഡാപ്റ്റർ വേറെ വാങ്ങണം. ഓക്കെ. ഫീച്ചറുകളുടെ കാര്യത്തിൽ കുറവൊന്നുമില്ല. പക്ഷേ നിസ്സാൻ ഇപ്പോൾ അത്ര നല്ല അവസ്ഥയിലല്ല എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ സാമ്പത്തികമായിട്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നിസ്സാൻ ഇപ്പോൾ ചില സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നുപോവുകയാണ്.
വലിയ നഷ്ടം, ചെലവ് ചുരുക്കൽ നടപടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ ഈ മൈക്രയുടെ വിജയം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണല്ലേ? വളരെ പ്രധാനം. ഇത് അവരുടെ നിരയിലെ ഒരു എൻട്രി പോയിന്റ് മോഡലായിരിക്കും. അതുകൊണ്ട് വില നിർണ്ണയം വളരെ നിർണായകമാവും. വിലയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ റെനോ 5ന്റെ വില ഏകദേശം 23,000 പൗണ്ട്, ബ്രിട്ടീഷ് പൗണ്ട് മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ മൈക്രയും ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുമെന്നാണ് പ്രതീക്ഷ. അതായത് ഒരു 23-24 ലക്ഷം ഇന്ത്യൻ രൂപ പ്രതീക്ഷിക്കാമല്ലേ? മനസ്സിലാവുന്നത് റീനോ 5 എന്നൊരു വിജയകരമായ അടിത്തറയിൽ നിസാൻ അവരുടേതായ ചില ഡിസൈൻ മാറ്റങ്ങളും വൺ പെഡൽ ഡ്രൈവിംഗ് പോലുള്ള ചില പ്രത്യേക ഫീച്ചറുകളും ചേർത്താണ് മൈക്രയെ അവതരിപ്പിക്കുന്നത്. അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഭവം. ഇവിടെയാണ് നമ്മൾ, അതായത് ഉപഭോക്താക്കൾ, ആലോചിക്കേണ്ട ഒരു കാര്യം. എന്താണത്? റെനോ 5 യൂറോപ്പിലൊക്കെ ഇപ്പോഴത്തന്നെ വലിയ ഹിറ്റാണ്. അതിനോട് ഇത്രയധികം സാമ്യമുള്ള ഈ മൈക്രയ്ക്ക് ഈ പറഞ്ഞ ഡിസൈൻ വ്യത്യാസങ്ങളും ഒന്നോ രണ്ടോ അധിക ഫീച്ചറുകളും കൊണ്ട് മാത്രം ആളുകളെ ആകർഷിക്കാൻ പറ്റുമോ? അതൊരു നല്ല ചോദ്യമാണ്. അതോ ആളുകൾ ഇതിനെ റെനോ 5ന്റെ ഒരു നിസാൻ ബാഡ്ജ് പതിപ്പായി മാത്രം കാണുമോ? ഇതിന് അതിൻ്റെതായ ഒരു വ്യക്തിത്വം കണ്ടെത്താൻ കഴിയുമോ? നിങ്ങൾ എന്താണ് കരുതുന്നത്? അതൊന്ന് ആലോചിച്ചു നോക്കേണ്ട കാര്യമാണ്.